ഒസാമ എന്ന ഒറ്റ പേരുകൊണ്ട് തന്നെ ലോകം മുഴുവൻ പേടി വിതച്ച തീവ്രവാദിയെ അമേരിക്കൻ നേവി സീൽ കമാൻഡോകൾ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ വഴി കൊന്നു തള്ളിയ കഥകൾ എല്ലാവർക്കും അറിയാമെങ്കിലും അതിനു പുറകിലുള്ള പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ദുഷിച്ച കൈകളും വഞ്ചന എന്നത് ഒരു കടമ പോലെ അനുഷ്ഠിക്കുന്ന ഒരു പറ്റം പാകിസ്ഥാനികളുടെ പണത്തിനോടുള്ള അത്യാർത്തിയും ഒസാമയെ വധിച്ച യഥാർത്ഥ ഓപ്പറേഷൻ പത്രങ്ങളിലും ന്യൂസിലും വന്നതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തം എന്നതുകൂടി നോക്കിക്കാണുകയാണ് ഇന്ന് 5 സെക്കൻഡ്സ് വ്യൂവിൽ. ഹലോ ഹായ് നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പാകിസ്ഥാൻ എന്ന ഭീഷണിയും ഒസാമയുടെ അന്ത്യവുമാണ്. ഒസാമയുടെ വിശ്വസ്തൻ ഒരു കൊറിയർ ഏജന്റിനെ 4 കൊല്ലം ഫോളോ ചെയ്തത് വഴിയാണ് അമേരിക്ക പാകിസ്ഥാനെ പോലും അറിയിക്കാതെ 2011 മെയ് മാസം രാത്രിയിൽ ഒരു ഘോര സംഘടന നടത്തി ഒസാമയെ വധിച്ചത് എന്നാണ് അമേരിക്ക അന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞു കിടക്കുന്ന കഥ. പക്ഷേ അമേരിക്കൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനും പുളിറ്റ്സർ പ്രൈസ് ജേതാവും അമേരിക്കൻ വിമർശകനുമായ സെയ്മർ എം ഹേർഷ് തന്റെ പുസ്തകമായ ദ കില്ലിംഗ് ഓഫ് ഒസാമ ബിൻ ലാദൻ എന്നതിലും 1990കളിലെ പാക് ചാര സംഘടനയായ ISIയുടെ തലവനായി വിരമിച്ച അസദ് ദുറാനി തന്റെ പുസ്തകമായ സ്പൈ ക്രോണിക്കിൾസിലും പല പ്രശസ്ത പാക് പത്രപ്രവർത്തകന്മാർ പിന്നീടും പല വേദികളിലും ആവർത്തിച്ച് ഒസാമയെ വധിച്ച ഓപ്പറേഷൻസിനെ കുറിച്ചും പാകിസ്ഥാൻ എന്ന ചതിയനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുവരെ അന്നം തന്നവനെ അസുഖമായപ്പോൾ 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത പാക് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു മനുഷ്യക്കോലമായ ലഫ്റ്റനന്റ് കേണൽ റിട്ടയർ സയ്യിദ് ഇക്ബാൽ അന്നത്തെ US എംബസിയിലെ CIA ഉദ്യോഗസ്ഥനായ ജൊനാഥൻ ബ്ലേക്കിനെ കണ്ട് 2011 കച്ചവടം ഉറപ്പിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒസാമയെ വധിക്കുന്ന ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ തുടങ്ങുന്നത്. $25 മില്യൺ തരുകയാണെങ്കിൽ ഒസാമ താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയറി വന്ന ഇക്ബാലിനെ അമേരിക്ക കള്ളം കണ്ടുപിടിക്കുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് വരെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വസിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഒസാമയുടെ കഥ പുറം ലോകം അറിയുന്നത് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ യുദ്ധങ്ങളിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ടിന്റെ അഫ്ഗാൻ അധിനിവേശത്തെ ചെറുക്കുന്ന സമയത്ത് അമേരിക്ക കണ്ടെത്തി പാകിസ്ഥാനികൾ വളർത്തി വലുതാക്കിയ സൗദി പൗരനാണ് ഒസാമ. സൗദിയിലേക്ക് കുടിയേറിയ യമനി വംശജനായ ലാദന് 22 വിവാഹങ്ങളിൽ നിന്ന് 54 മക്കൾ. അതിൽ 17ാമത്തെ മകനാണ് ഒസാമ. അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടിയ ശേഷം ജിഹാദിന്റെ വാള് അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞപ്പോൾ അതിന്റെ കുന്തമുന അൽ ഖ്വയ്ദ എന്ന തീവ്രവാദ സംഘടനയായിരുന്നു. അതിന്റെ തലവൻ അപ്പോഴേക്കും അമേരിക്ക പാകിസ്ഥാനികൾ വഴി പാലൂട്ടി വളർത്തിയ ഒസാമ തന്നെയായിരുന്നു. അയാളാണ് വലിയ രീതിയിലുള്ള ഒരു തീവ്രവാദി ആക്രമണം അമേരിക്കൻ മെയിൻലാൻഡിൽ ആദ്യമായി നടത്തിയത്. ഒസാമയുടെ അനുചരന്മാരാണ് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് 4 പ്ലെയിനുകൾ തട്ടിയെടുത്ത് 2 അമേരിക്കയുടെ വാണിജ്യ ആസ്ഥാനമായ വേൾഡ് ട്രേഡ് സെന്ററിലും ഒരെണ്ണം അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായ പെന്റഗണിലും ഇടിച്ചിറക്കിയത്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ച ഈ തീവ്രവാദി ആക്രമണത്തിന് ശേഷം അമേരിക്ക വാർ ഓൺ ടെറർ എന്ന പേരിൽ സൈനിക നടപടി ഒട്ടനവധി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്തി. അതിന്റെ ലക്ഷ്യം ഒസാമയെ വകവരുത്തുക എന്നതായിരുന്നു. അവസാനം താലിബാൻ എന്ന തീവ്രവാദി സംഘടന ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിനുള്ളിൽ ഒസാമ ഉള്ള കാര്യം അമേരിക്ക മനസ്സിലാക്കുകയും അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നതും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന്റെ ഒറ്റ ഫോൺ കോളിൽ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനുള്ള മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്യുന്നതും. അതുവരെ സഹോദരൻ ബ്രദർ എന്ന് വിളിച്ചിരുന്ന താലിബാനികളും അഫ്ഗാനികളും പാക് ആർമിക്ക് പെട്ടെന്ന് ശത്രുക്കളായി മാറി. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഗ്രസിച്ചിരിക്കുന്ന വിഷപ്പാമ്പാണ് പാകിസ്ഥാൻ. 2001 മുതൽ 2006 വരെ പാകിസ്ഥാൻ ഡോളറിന് വേണ്ടി അമേരിക്കയുടെ കൂടെ ഒസാമയെ പിടിക്കാൻ പോരാടി. 2006 ആയപ്പോഴാണ് പാകിസ്ഥാൻ ചാര സംഘടനയ്ക്കും ആർമിക്കും ഒസാമ ബിൻ ലാദൻ തോറബോറ മലനിരകളിലെ ഒരു ഗുഹയിൽ തന്റെ കുടുംബവുമായി കഴിയുന്ന വിവരം ഒരു ട്രൈബൽ ലീഡർ വഴി അറിയാൻ സാധിക്കുന്നത്. 2001 മുതൽ 2006 വരെ അയാൾ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകൾക്കുള്ളിൽ ദുർഘടം പിടിച്ച ഒരു ഗുഹയ്ക്കുള്ളിൽ തന്റെ കുടുംബത്തോടെയാണ് താമസിച്ചിരുന്നത്. 2006 ട്രൈബൽ ലീഡറെ കൈക്കൂലി കൊടുത്ത് പാട്ടിലാക്കി ഉസാമയെ തോറാബോറ മലയിലെ ഗുഹയിൽ നിന്ന് ആരും അറിയാതെ പാകിസ്ഥാൻ ISIയുടെ ഒരു രഹസ്യ ഓപ്പറേഷൻ വഴി അയാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പാകിസ്ഥാനിലെ അബോട്ടാബാദിലുള്ള ഒരു വീട്ടിൽ കുടുംബത്തോടൊപ്പം വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. പാകിസ്ഥാനികൾ അയാളെ അമേരിക്കയ്ക്ക് കൈമാറാതെ താലിബാനെയും അൽ ഖ്വയ്ദയെയും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ ഒസാമയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഒസാമയെ അന്വേഷിക്കാൻ അമേരിക്കയുടെ കൂടെ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ 2006 മുതൽ 2011 വരെ ഒരുപാട് ഓപ്പറേഷൻസ് പാകിസ്ഥാൻ ആർമി നടത്തി. അതിൽ നിന്ന് കൈ നിറയെ ഡോളർ വാരിക്കൂട്ടുകയും ചെയ്തു.
നിരന്തരം യുദ്ധങ്ങൾ കാരണം കിഡ്നിക്ക് അസുഖം ബാധിച്ച് ആരോഗ്യം മോശമായ സ്ഥിതിയിലായിരുന്നു അപ്പോൾ ഒസാമ. അയാളുടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആരും അറിയാതെ പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഒരു സമയം താലിബാനെയും അൽ ഖ്വയ്ദയെയും ഒസാമയെ വെച്ച് നിയന്ത്രിക്കുക, അമേരിക്കയുടെ കൂടെ നിന്ന് ഒസാമയെ കണ്ടെത്താൻ പൈസ മേടിക്കുക, അതുക്കും മേലെ തടവിലുള്ള ഒസാമയുടെ ആരോഗ്യത്തിന് വേണ്ടി സൗദികളുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുക. ഇത് ചെയ്യാൻ ലോകത്ത് പാകിസ്ഥാനികൾക്ക് മാത്രമേ പറ്റൂ. അബോട്ടാബാദിലെ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ഒരു സുരക്ഷിതമായ വീട്ടിലായിരുന്നു ഒസാമയെ പാർപ്പിച്ചിരുന്നത്. പാക് ആർമിയുടെ ക്യാമ്പിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ദൂരത്തും ISIയുടെ ആസ്ഥാനത്ത് തൊട്ടടുത്തുമായിരുന്നു ഈ വീട്. 2011 ലഫ്റ്റനന്റ് കേണൽ റിട്ടയർ സയ്യിദ് ഇക്ബാൽ ഈ രഹസ്യം അമേരിക്കയ്ക്ക് വിൽക്കുന്നത് വരെ ഒസാമയെ വെച്ചുകൊണ്ട് പാകിസ്ഥാനികൾ ഒരുപാട് പൈസയും ഒട്ടനവധി കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നേടിയെടുത്തു. വീണ് കിട്ടിയ ലീഡ് ശരിയാണെന്ന് ബോധ്യമായ അമേരിക്കൻസ് പിന്നെ ഒസാമയുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാനും നേവി സീലുകളെ ഉപയോഗിച്ച് ഒസാമയെ പിടിക്കാനും തീരുമാനിച്ചു. അപ്പോൾ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാൻ ആർമിയുടെയും ISIയുടെയും അവിടെയുള്ള റഡാർ സംവിധാനങ്ങളാണ്. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനികൾ അലേർട്ടായാൽ പൊതുവേ ചതിയന്മാരായ അവർ ഒസാമ എന്ന പൊന്മുട്ടയിടുന്ന താറാവിനെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും ഓടി ഒളിക്കും. അതുകൊണ്ട് അമേരിക്ക പാകിസ്ഥാനികളെ കൂടെ നിർത്താൻ തന്നെ തീരുമാനിച്ചു. അന്നത്തെ ISI ചീഫ് ഷൂജ പാഷയെയും പാക് ആർമി ചീഫ് ജനറൽ കയാനിയെയും അമേരിക്കയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മടിയും കൂടാതെ നല്ല പൈസ കിട്ടുകയാണെങ്കിൽ കൂടെ നിന്ന് ഒസാമയെ കൈമാറാമെന്ന് രണ്ടുപേരും സമ്മതിച്ചു. അതിനുശേഷം ഒസാമയുടെ DNA സാമ്പിൾ ഒരു ഡോക്ടർ വഴി പാകിസ്ഥാനികൾ അമേരിക്കയ്ക്ക് കൈമാറി ഒസാമയുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്തു കൊടുത്തു. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ 2011 മെയ് മാസം 1-ാം തീയതി രാത്രിയിൽ ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചു. അഫ്ഗാനിസ്ഥാനിലുള്ള അവരുടെ ബഗ്രാം എയർബേസിൽ നിന്ന് 2 വിമാനങ്ങളിലായി സൈനികർ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വന്നിറങ്ങി. പാകിസ്ഥാനികൾ അവരുടെ റഡാറുകളും ലൈറ്റും സ്വിച്ച് ഓഫ് ചെയ്തു കൊടുത്തുകൊണ്ട് ഡോളറിനുള്ള കൂറുകാട്ടി. വന്നിറങ്ങിയ സൈനികർ അസുഖബാധിതനായ ഒസാമയെ പെട്ടെന്ന് വധിച്ചു. അയാളുടെ ശരീരവും എടുത്ത് അടുത്ത കുടുംബക്കാരെയും എടുത്തുകൊണ്ടുപോയി. അതിലൊരു വിമാനം തകർന്നു പോയെങ്കിലും മറ്റേ വിമാനത്തിൽ എല്ലാവരെയും കുത്തി നിറച്ച് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. പോകുന്ന വഴി ഒസാമയുടെ ശരീരം ടോറാബോറ മലകളിൽ കുറച്ചും പിന്നീട് അറേബ്യൻ സീയിൽ ബാക്കിയുള്ളതും ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഒസാമയെ വധിച്ച കാര്യം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു, കയ്യടി നേടി. പിന്നെ വന്ന ഇലക്ഷനും ജയിച്ചു. ലോകം മുഴുവനുമുള്ള അമേരിക്കക്കാർ, തീവ്രവാദത്തെ എതിർക്കുന്നവർ, തീവ്രവാദത്തിന്റെ ഇരയായിട്ടുള്ളവർ എല്ലാം ഇത് പുതുയുഗത്തിന്റെ പിറവിയാണെന്നും ലോകം ശാന്തിയും സമാധാനത്തിലേക്കും ഇനി നീങ്ങുമെന്നും വിശ്വസിച്ചു. ഒസാമയുടെ മരണവിവരം TV ചാനൽ ന്യൂസിലൂടെ അറിഞ്ഞ പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഗിലാനി ആദ്യം അതിൽ സന്തോഷം രേഖപ്പെടുത്തി. പക്ഷേ 24 മണിക്കൂറിൽ പാകിസ്ഥാനികൾ പ്ലേറ്റ് മാറ്റി. അമേരിക്ക അവരുടെ അനുവാദമില്ലാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി ഓപ്പറേഷൻ നടത്തിയതിന് സമരങ്ങൾ നടത്തി. പിന്നെ ഒസാമയെ അബോട്ടാബാദിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല എന്നും ഒസാമ 2006 അമേരിക്കൻ ബോംബിങ്ങിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് മരിച്ചുപോയെന്നും ഇന്നും പാകിസ്ഥാൻ ആർമി അവരുടെ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ചിരിച്ചുകൊണ്ട് ചതിക്കുക, കരഞ്ഞുകൊണ്ട് വഞ്ചിക്കുക, നുണ കൊണ്ടൊരു കോട്ട കെട്ടി സ്വന്തം ജനങ്ങളെ അതിൽ വിഡ്ഢികളാക്കി കെട്ടിയിടുക, ഭാരതത്തിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വിരോധവും അസൂയയും നിലനിർത്തുക. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായ പാകിസ്ഥാൻ ആർമി എന്ന് ഒറ്റ വാക്കിൽ പറയാം. കൂടെ നിൽക്കുന്നവരെ പോലും വിട്ടുകളയാൻ ഒരു മടിയുമില്ലാത്ത പാകിസ്ഥാനികളാണ് നമുക്ക് എന്നും ഒരു കനത്ത ഭീഷണി. ആരോടും കൂറില്ലാത്ത ഇവരാണ് ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ അപകടം. ഡോളറിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആർമി ജനറൽമാരുള്ള ഈ ആർമി സ്വതന്ത്ര ഭാരതത്തിന്റെ നിലനിൽപ്പിന് നമ്പർ 1 ഭീഷണിയാണ്. വിഷപ്പല്ലുകളുള്ള പാമ്പിനെയും തെണ്ടുന്ന പാകിസ്ഥാനി ആർമി ജനറലിനെയും ഒരുമിച്ച് കണ്ടാൽ കൂടുതൽ വിഷം പാകിസ്ഥാനിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Thank you so much. This is 5 seconds view on termination of Osama and the threat from Pakistan. Please like, subscribe and share our video. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.